ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ. പുതിയ പാഠപുസ്തകമാണ്. പാർട്ട് 1ലെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ത്രൂ ദി കോണ്ടിനെൻറ്റ്സ് ആണ്. ത്രൂ ദി കോണ്ടിനെൻറ്റ്സ്, നമ്മുടെ ഭൂഖണ്ഡങ്ങൾ, കോണ്ടിനെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ത്രൂ ദ കോണ്ടിനെൻറ്റ്സ് എന്ന ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സും അതുപോലെ തന്നെ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ്, ഇതിൽ ലാസ്റ്റ് വരുന്ന ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ത്രൂ ദി കോണ്ടിനെൻറ്റ്സ്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ വേണ്ടി അഭിലാഷ് ടോമി, കമാൻഡർ അഭിലാഷ് ടോമിയുടെ ഒരു ഇത് തന്നിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. മാതേ ഇസ് ദ നെയിം ഓഫ് ദ റിവേർഡ് ഗോഡസ് ഓഫ് ദ ഫിഷർമാൻ അലോങ് ദി ഗോൺ കോസ്റ്റ്, where centuries ago the Portuguese voyaged into the annals of history by dropping their anchor. From the Indian Ocean together we sailed the past, the Pacific, the Atlantic, and the storied capped where the waves of history crash between the wind and the waves, never letting each other feel lonely. We circumnavigated the sea, time and the world. അപ്പോൾ കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചെന്നുള്ള അദ്ദേഹത്തിൻ്റെ വർക്കിൽ നിന്നുള്ളതാണിത്. അദ്ദേഹത്തിൻ്റെ രചനയാണ്. എന്താണ് ഇതും നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. കമാൻഡർ അഭിലാഷ് ടോമി ഈസ് ഷെയറിംഗ് ദ എക്സ്പീരിയൻസ് of traveling across the oceans and continents. In his travelogue, കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ, he is the first Indian and Malayali sailor who went around the world without stopping in the sailboat named Maadei of the Indian Navy. In this book, he describes how lands with unique features are spread across and are interconnected on this vast earth. As he sailed from ocean to ocean, shall we also take up a trip around the world just like Commander Abhilash Tomy did? അപ്പോൾ കമാൻഡർ അഭിലാഷ് ടോമി അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ്. അദ്ദേഹം ഓഷ്യൻസും കോണ്ടിനെൻസിലും ഒക്കെ അക്രോസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. അയാളുടെ ട്രാവലോഗാണ് കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്നുള്ളത്. ആദ്യത്തെ ഇന്ത്യനും ആദ്യത്തെ മലയാളിയുമാണ്. നിർത്താതെ സെയിൽ ബോട്ടിൽ അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. സെയിൽ ബോട്ടിൻ്റെ പേരാണ് മാതേ. ഇന്ത്യൻ നേവിയുടെ സെയിൽ ബോട്ടാണത്. അദ്ദേഹം ഈ ബുക്കിൽ കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്നുള്ള ബുക്കിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, ഹൗ ലാൻഡ്സ് വിത്ത് യൂണിക് ഫീച്ചേഴ്സ് ആർ സ്പ്രെഡ് അക്രോസ് ആൻഡ് ആർ ഇൻ്റർ കണക്റ്റഡ്. എല്ലാ ലാൻഡും എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് ഈ ഭൂമിയിൽ. നിർത്താതെ സെയിൽ ബോട്ടിൽ ട്രാവൽ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായതാണ്. ഓഷ്യൻ ടു ഓഷ്യൻ ആണ് അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. Continents are large land masses that are situated among the oceans. അപ്പോൾ ഓഷ്യൻസിൻ്റെ ഇടയിൽ ലാൻഡ് ഉണ്ടാവുമല്ലോ, ആ ലാൻഡ് മാസസിനെയാണ് കോണ്ടിനെൻറ്റ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി കോണ്ടിനെൻറ്റ്സ് കംപ്രൈസ് മെനി കൺട്രീസ്. ഒരുപാട് കൺട്രീസ് ഉൾപ്പെടുന്നതാണ് ഒരു കോണ്ടിനെൻറ്റ് അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഈച്ച് കോണ്ടിനെൻറ്റ് ഹാസ് ഇറ്റ്സ് യൂണീക്ക് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഓരോ കോണ്ടിനെൻറ്റിനും ഓരോ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ഘടനകളുണ്ട്. ഷോൾ വി എക്സാമിൻ ദം? നമുക്ക് നോക്കിയാലോ. മാർക്ക് ദി നെയിംസ് ഓഫ് ദി കോണ്ടിനെൻറ്റ്സ് ഇൻ ദ മാപ്പ് ഗിവൺ ബിലോ. ഈ മാപ്പിൽ തന്നിരിക്കുന്നതിൽ നമുക്ക് കോണ്ടിനെൻറ്റ്സ് മാർക്ക് ചെയ്യണം. നമുക്ക് നോക്കാം. ആദ്യം നോർത്ത് അമേരിക്കയാണ് ആ കാണുന്നത്, ദെൻ സൗത്ത് അമേരിക്ക, പിന്നീട് വരുന്നത് യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ. ഇങ്ങനെയാണ് നമ്മുടെ കോണ്ടിനെൻറ്റ്സ് വരുന്നത്. നമുക്ക് ആകെ ഉള്ളത് എത്ര കോണ്ടിനെൻറ്റ്സ് ആണ്? അപ്പോൾ 6 കോണ്ടിനെൻറ്റ്സ് ആണോ? അല്ല, ഒന്നും കൂടി ഉണ്ട്, അന്റാർട്ടിക്ക. 7 കോണ്ടിനെൻറ്റ്സ് ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ 7 കോണ്ടിനെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫോർമോസ്റ്റ് ഇൻ സൈസ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഏറ്റവും വലിയ നമ്മുടെ കോണ്ടിനെൻറ്റ് ഏതാണ്? ഏഷ്യയാണ്. നമ്മളൊക്കെ ഉള്ള ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യ എന്ന് പറയുന്ന കോണ്ടിനെൻ്റ് ആണ് ഏറ്റവും വലുത്. അപ്പോൾ ഇവിടെ ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്, അത് വേണം കേട്ടോ. അവർ കൺട്രി ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് ഏഷ്യ കംപ്രൈസസ് ദറ്റ് ഓൾമോസ്റ്റ് 1/3 ഓഫ് ലാൻഡ് ഏരിയ ഓഫ് ദ എർത്ത്. അപ്പോൾ ഈ ഏഷ്യൻ കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് ഭൂമിയുടെ 1/3, 1/3 ഭാഗം ഏഷ്യൻ കോണ്ടിനെൻ്റ് ആണ്. കാരണം വലിയ കോണ്ടിനെൻ്റ് ആണ്. കണ്ടല്ലോ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, കുറച്ച് വലിയ കോണ്ടിനെൻ്റ് ആണ് ഏഷ്യ. ഈ കാണുന്നതെല്ലാം ഓരോ കളറിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇവിടെ ഈ ചിത്രത്തിൽ ഓഷ്യൻസും ഉണ്ട് കേട്ടോ. ഇടയിൽ ഓഷ്യൻസ് ഉണ്ട്. ആർട്ടിക് ഓഷ്യൻ, അറ്റ്ലാന്റിക്, പസഫിക്, ഇന്ത്യൻ, ദെൻ സതേൺ ഓഷ്യൻ. 1 2 3 4 ഓഷ്യൻസ് ഉണ്ട്.
ഓക്കെ, ഇവിടെ പസഫിക് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം ഏഷ്യയുടെ ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്താണ് നമ്മൾ എഴുതേണ്ടത്. ഏഷ്യൻ കോണ്ടിനെൻറ്റിൻ്റെ ഈസ്റ്റ് വരുന്നത് പസഫിക് ഓഷ്യൻ ആണ്. വെസ്റ്റ് ഭാഗം, അതായത് ഏഷ്യൻ കോണ്ടിനെൻറ്റിൻ്റെ ഈസ്റ്റ് ഭാഗം വരുന്നത് പസഫിക് ഓഷ്യൻ ആണ്. വെസ്റ്റ് വരുന്നത് യൂറോപ്പാണ്. കണ്ടല്ലോ, യൂറോപ്പ് ഉണ്ട് ഇവിടെ, പസഫിക് ഓഷ്യൻ ഉണ്ട്. സൗത്ത് വരുന്നത് എന്താണ്, സൗത്തിൽ ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്. അതുപോലെ തന്നെ നോർത്തിൽ ആർട്ടിക് ഓഷ്യൻ ഉണ്ട്. ഓക്കെ, ഇതങ്ങോട്ട് എഴുതുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഓൺ വിച്ച് സൈഡ് ഓഫ് ഏഷ്യ ഈസ് എ ലാൻഡ് ബോർഡർ. ഇന്ത്യയിൽ ലാൻഡ് ബോർഡർ, ഏഷ്യയിൽ ലാൻഡ് ബോർഡർ ഏത് സൈഡാണ്? വെസ്റ്റ് സൈഡാണ്. അപ്പോൾ ഏഷ്യനെയും യൂറോപ്പിനെയും സെപ്പറേറ്റ് ചെയ്യണ ഇടയിലൊരു മലനിരകളുണ്ട്, അതിനെയാണ് യുറാൽ മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയാം. ദ യുറാൽ മൗണ്ടൻ റേഞ്ച് സിറ്റുവേറ്റഡ് ഓൺ ദ വെസ്റ്റേൺ സൈഡ് ഓഫ് ഏഷ്യ സെപ്പറേറ്റ്സ് യൂറോപ്പ് ആൻഡ് ഏഷ്യ. ഓക്കെ, യുറാൽ മൗണ്ടൻ റേഞ്ചസ് ഏഷ്യയുടെ വെസ്റ്റ് ഭാഗത്താണ്, യൂറോപ്പിനെയും ഏഷ്യനെയും വേർതിരിക്കുന്നു. ലെറ്റ് us ഗെറ്റ് ഫെമിലറൈസ്ഡ് വിത്ത് സം ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഏഷ്യ. ഏഷ്യയുടെ ചില ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. ദ ഹിമാലയൻ മൗണ്ടെയ്ൻസ് വിത്ത് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ഹയസ്റ്റ് പീക്ക് ഹിമാലയൻ ആണ് കേട്ടോ. മൗണ്ട് എവറസ്റ്റ് ഈസ് സിറ്റുവേറ്റഡ്, ഹിമാലയൻ മൗണ്ടെയ്ൻസ്, ദെൻ മൗണ്ട് എവറസ്റ്റ് ഈസ് സിറ്റുവേറ്റഡ് ഈസ് ഇൻ ദ ഏഷ്യ. അപ്പോൾ ഹിമാലയൻ മൗണ്ടെയ്ൻസിലുള്ള ആ മലനിരകളിലുള്ള പീക്ക്, ഹയസ്റ്റ് പീക്ക് മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റ് ഏഷ്യയിലാണ്. ഇനി വിച്ച് ആർ ദ അതർ മൗണ്ടെയ്ൻസ് ഇൻ ഏഷ്യ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏഷ്യയിലുള്ള വേറെ മൗണ്ടെയ്ൻസിൻ്റെ പേരുകൾ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? അത് ഞാൻ അവിടെ എഴുതിയിട്ടില്ല, അത് ഞാൻ പറഞ്ഞു തരാം. കാഞ്ചൻജംഗ, അതുപോലെ ധൗളഗിരി, ഇങ്ങനെയുള്ള കുറച്ച് എന്തുണ്ട്, മൗണ്ടെയ്ൻസ് ഉണ്ട് കേട്ടോ. പേര് ഞാൻ അതിൽ എഴുതി തരാം നിങ്ങൾക്ക്. എവറസ്റ്റ് അവർ തന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ കാഞ്ചൻജംഗ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എഴുതാൻ കുറച്ച് ഇതിൽ ബുദ്ധിമുട്ടാണ്, എങ്കിലും എഴുതിത്തരാം. കാഞ്ചൻജംഗ ഉണ്ട്. അതുപോലെ ഫൈൻഡ് ലൊക്കേഷൻസ് ഓഫ് ദ ഹിമാലയസ് ആൻഡ് ദ അതർ കാഞ്ചൻജംഗ മാത്രമല്ല, ധൗളഗിരിയും കൂടി നിങ്ങൾക്ക് ഇതിൽ എഴുതാവുന്നതാണ്. ധൗളഗിരി ഉണ്ട് കേട്ടോ. ഓക്കെ, ഫൈൻഡ് ദ ലൊക്കേഷൻസ് ഓഫ് ദ ഹിമാലയാസ് ആൻഡ് അതർ മൗണ്ടെയ്ൻസ് യൂസിങ് ദ അറ്റ്ലസ്. അപ്പോൾ ഹിമാലയത്തിൻ്റെയും ബാക്കിയുള്ള മൗണ്ടെയ്ൻസിൻ്റെയും ലൊക്കേഷൻ മാപ്പ് നോക്കുക, അറ്റ്ലസ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, നിങ്ങൾ ചെയ്യുക. ഇൻ അഡീഷൻ ടു മൗണ്ടെയ്ൻസ്, ഡെസേർട്സ്, പ്ലെയിൻസ് ആൻഡ് പ്ലാറ്റ്യൂസ് ആർ ഓൾസോ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഏഷ്യ. ഏഷ്യയിൽ മലനിരകളോ കുന്നുകളോ മാത്രമല്ല ഉള്ളത്, മരുഭൂമിയുണ്ട്, നിരപ്പായ പ്രദേശങ്ങളുണ്ട്, പ്ലാറ്റ്യൂസ് ഉണ്ട്. ഇതെല്ലാം ഏഷ്യയുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ്. അതുപോലെ നദികളുണ്ട്. മെനി റിവേഴ്സ് ഫ്ലോ ത്രൂ ദീസ് കോണ്ടിനെൻറ്റ്. യാങ്സി ഈസ് ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ ഏഷ്യ. ഒരുപാട് നദികൾ ഒഴുകുന്നുണ്ട്. ഏറ്റവും ലോങ്ങസ്റ്റ് റിവർ ഇൻ ഏഷ്യ ചോദിച്ചാൽ യാങ്സി റിവർ ആണ് കേട്ടോ. യാങ്സി റിവർ അടുത്ത പോയിന്റ് ആണത്. അപ്പോൾ ഡെസേർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കോൾഡ് ഡെസേർട്ടും ഉണ്ട്, ഹോട്ട് ഡെസേർട്ടും ഉണ്ട്. ഏറ്റവും റെയിൻഫോൾ കുറവായിട്ടുള്ള അരിഡ് റീജിയൻ ആണ്, അരിഡ് ലാൻഡ് ഏരിയാസ് ആയിരിക്കും ഡെസേർട്സ്. ഡെസേർട്സ് ദാറ്റ് എക്സ്പീരിയൻസ് എക്സ്ട്രീം ഹീറ്റ് ആർ കാൾഡ് ഹോട്ട് ഡെസേർട്ട്. ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന മരുഭൂമികളാണ് ഡെസേർട്സ് എന്ന് പറയാൻ. ദോസ് വിത്ത് എക്സ്ട്രീം കോൾഡ്, ഏറ്റവും കോൾഡ് അനുഭവപ്പെടുന്നത് കോൾഡ് ഡെസേർട്ടുമായിരിക്കും. അതുപോലെ പ്ലെയിൻസ് ഉണ്ട്. ലാൻഡ് ഏരിയാസ് ദാറ്റ് ആർ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആർ കാൾഡ് പ്ലെയിൻസ്. ഫ്ലാറ്റ് ആയിട്ടുള്ള ലാൻഡ് ഏരിയാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്ലെയിൻസ് എന്ന് പറയുക. അലൂവിയൽ പ്ലെയിൻസ് ആർ ഫോംഡ് ഫ്രം ദി സെഡിമെന്റ്സ് ഡിപ്പോസിറ്റഡ് ബൈ റിവേഴ്സ്. അതുപോലെ തന്നെ നദികൾ കൊണ്ടുവരുന്ന എന്താ പറയുന്നറിയോ, നദികൾ കൊണ്ടുവരുന്ന അവശേഷിപ്പുകൾ, ഓക്കെ, അത് ഡിപ്പോസിറ്റ് ചെയ്തുണ്ടാവുന്നതാണ് അലൂവിയൽ പ്ലെയിൻസ്. ആൻഡ് ദെയ്സ് ആർ ജനറലി ഫെർട്ടൈൽ. ഭയങ്കര വളക്കൂറുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ആയിരിക്കും പ്ലെയിൻസിൽ ഉണ്ടായിരിക്കുക. പ്ലാറ്റ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി, അതായത് ചുറ്റുപാട് നിന്നുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറച്ചുകൂടി പൊങ്ങി നിൽക്കുന്ന ഏരിയാസ് ആണ് പ്ലാറ്റ്യൂസ്. ആൻഡ് വിത്ത് എ കമ്പാരറ്റീവ്ലി ഫ്ലാറ്റ് സർഫസ് ആർ കാൾഡ് പ്ലാറ്റ്യൂസ്. ഇത് കണ്ടോ, ഈ ചിത്രത്തിലുള്ള പോലെയാണ്. ചുറ്റുമുള്ള സ്ഥലങ്ങളേക്കാൾ കുറച്ച് പൊങ്ങി നിൽക്കുന്നതായിരിക്കും ഈ പറയുന്ന പ്ലാറ്റ്യൂ ഏരിയ എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഏഷ്യയിലെ കുറച്ച് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് തന്നെയാണ്. ഒബ്സർവ് ദ പിക്ചേഴ്സ്, ഫൈൻഡ് ഔട്ട് ടു വിച്ച് ലാൻഡ് ഫോം കാറ്റഗറി ദേ ബിലോങ് ടു. അത് ഏത് കാറ്റഗറിയിൽ ബിലോങ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളോടൊന്ന് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹിമാലയ മൗണ്ടെയ്ൻസ് ആണ്. മഞ്ചൂരിയൻ എന്ന് പറയുന്ന പ്ലെയിൻ റീജിയൺ ആണ്. താർ എന്ന് പറയുന്നത് മരുഭൂമി, ഡെസേർട്ട് ആണ്. ലഡാക്ക് കോൾഡ് ഡെസേർട്ട് ആണ്. യാങ്സി വാലി, ഡെക്കാൻ പ്ലാറ്റ്യൂ. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമുക്ക് ഏഷ്യയിലെ ക്ലൈമറ്റ് ഒന്ന് നോക്കാം. ദ ക്ലൈമറ്റ് ഓഫ് ഏഷ്യ ഈസ് ഓൾസോ ഡൈവേഴ്സ് ജസ്റ്റ് ലൈക്ക് ഇസ് ജോഗ്രഫി. ഇന്ത്യയിലെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഭൂഘടന പോലെ തന്നെ ക്ലൈമറ്റും വ്യത്യസ്തമാണ്. ആസ് ദി നോർത്തേൺ പാർട്ട് ഓഫ് ഏഷ്യ ലൈങ് ക്ലോസ് ടു ദി പോളാർ റീജിയൻ. ഏഷ്യയുടെ നോർത്തേൺ ഭാഗം എന്ന് പറയുന്നത് ധ്രുവപ്രദേശമാണ്, പോളാർ റീജിയൻ ആണ്. ഇറ്റ് എക്സ്പീരിയൻസസ് എക്സ്ട്രീം കോൾഡ്. അവിടെ വളരെയധികം തണുപ്പായിരിക്കും, എക്സ്ട്രീം ആയിരിക്കും തണുപ്പ് കേട്ടോ. ഈസ്റ്റേൺ പാർട്ട് എക്സ്പീരിയൻസസ് മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ്. പിന്നെ ഈസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗം ഏഷ്യയുടെ ഹീറ്റും അതുപോലെ തന്നെ കോൾഡും ഇങ്ങനെ മാറി മാറി വരും. ഓഷ്യൻസ് ഒക്കെ ഉള്ള ഭാഗമാണ്. സിൻസ് സദേൺ റീജിയൻ. ഇനി നമുക്ക് ലാസ്റ്റ് തെക്ക് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ, സൗത്ത് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇക്യുവേറ്ററിനോട് അടുത്ത് കിടക്കുന്നതാണ്, ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്നതാണ്. സോ ഹോട്ടാണ്, ഹ്യൂമിഡാണ്, ഹെവി റെയിൻഫോൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. ആൻഡ് അരിഡ് വെസ്റ്റ് ഭാഗത്തേക്കാണെങ്കിൽ, പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ റീജിയൻ ടെമ്പറേച്ചർ ഇസ് ജനറലി എപ്പോഴും ടെമ്പറേച്ചർ കുറച്ച് ഹൈ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏഷ്യയുടെ ആ 4 മൂലയിലുള്ള സ്ഥലങ്ങൾ, 4 അല്ല 3 കാണിച്ചിരിക്കുന്നത്, അത് നോക്കിയാൽ ഏകദേശം മനസ്സിലാവും. എക്സ്ട്രീം കോൾഡ് അനുഭവപ്പെടുന്ന റീജിയൻ ആണ് കണ്ടോ, സൈബീരിയ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഡെസേർട്ടും എക്സ്ട്രീം ഹീറ്റ്, അറേബ്യൻ ഡെസേർട്ടൊക്കെ ഉൾപ്പെടുന്നത് ഈ ഭാഗത്താണ്. മൗസിൻഡ്രാം റീജിയൻ വിത്ത് ഹൈയസ്റ്റ് റെയിൻഫോൾ ഇൻ ദ വേൾഡ്. അപ്പോൾ 3 സൈഡുകൾ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഫ്ലോറ ആൻഡ് ഫോണ. ഇതിവിടെ കാണപ്പെടുന്ന ആനിമൽസും പ്ലാന്റ്സും, അതായത് ഒരു പെർട്ടിക്കുലർ റീജിയണിൽ മാത്രം കാണുന്ന ആനിമൽസും പ്ലാന്റ്സുമാണ് കേട്ടോ. ഇൻ അക്കോർഡൻസ് വിത്ത് ദ ക്ലൈമറ്റിക് വേരിയേഷൻസ് എ വെറൈറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ക്യാൻ ബി സീൻ ഇൻ ഏഷ്യ. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ഏഷ്യയുടെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് കാണുന്ന ഫ്ലോറ ആൻഡ് ഫോണയാണ് കേട്ടോ. റഫ്ലേഷ്യ, നീലക്കുറിഞ്ഞി, അതൊക്കെ ഒരു പെർട്ടിക്കുലർ ആയിട്ട് സ്പെസിഫൈ ചെയ്തൊരു സ്ഥലത്ത് മാത്രമേ കാണുള്ളൂ. അല്ലേ, സ്നോ ലിയോപാഡ് കണ്ടല്ലോ, സ്നോ ഈ പറയുന്ന മഞ്ഞുമലകളിലൊക്കെ മാത്രം കാണുന്ന പുള്ളിപ്പുലി പോലുള്ള സ്നോ ലിയോപാഡാണത്. റെഡ് പാണ്ട, ഇങ്ങനെയുള്ളതൊക്കെ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണെന്നുള്ളത്. ഏഷ്യൻ കോണ്ടിനെൻറ്റിൽ അറിയാലോ നിങ്ങൾക്ക്, ലോകത്തിൽ തന്നെ ഹയസ്റ്റ് പോപ്പുലേഷനുള്ള കോണ്ടിനെൻറ്റ് ഏഷ്യ ആണ്. അതുപോലെ തന്നെ 60% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ റിസൈഡ്സ് ഇൻ ഏഷ്യ. ലോകത്തിൽ തന്നെയുള്ള ആളുകളിൽ 60% ജീവിക്കുന്ന ഏഷ്യയിലാണ്. മോസ്റ്റ് ഓഫ് ദി ഏഷ്യൻസ് ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചർ ഫോർ ലിവിങ്. ഇവിടെ കൃഷി തന്നെയാണ് ഉപജീവന മാർഗം. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പാഡി ഇൻ ദ വേൾഡ്. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. ഇറ്റ് ഈസ് ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് വേരിയസ് കൾച്ചേഴ്സ്. ഒരുപാട് കൾച്ചറുകൾ നമ്മുടെ ഏഷ്യൻ കോണ്ടിനെൻറ്റിലുണ്ട്. ഒരുപാട് ലാംഗ്വേജസ്, ഒരുപാട് റിലീജിയൻസ് എല്ലാം ഉണ്ട് കേട്ടോ. ആൻഡ് ദർ ആർ ബസ്ലിംഗ് സിറ്റീസ് ലൈക്ക് ടോക്കിയോ ആൻഡ് മുംബൈ ആസ് വെൽ as വില്ലേജസ് വിത്ത് വെരി ലോ പോപ്പുലേഷൻ ഇൻ ഏഷ്യ. വളരെ ബിസിയസ്റ്റ് സിറ്റി ആയിട്ടുള്ള മുംബൈ ആൻഡ് ടോക്കിയോ ഉണ്ട്. അതുപോലെ തന്നെ ലോ പോപ്പുലേഷൻ ആയിട്ടുള്ള വില്ലേജസും ഏഷ്യയിലുണ്ട്. ഇനി നെക്സ്റ്റ്, ക്രോസിംഗ് ദ സാവന്ന, ദ സഹാറ ആൻഡ് ദ കോങ്കോ ബേസിൻ. ഹാവൻറ്റ് യു ഹേർഡ് ഓഫ് ദ ഇക്വേറ്റർ, ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗ്ലോബ് ഫൈൻഡ് ദ കോണ്ടിനെൻറ്റ് ത്രൂ വിച്ച് ഓൾ ദീസ് 3 പാസ് ത്രൂ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അടുത്ത കോണ്ടിനെൻറ്റിലേക്ക് പോവാണ് കേട്ടോ. ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഇത് 3 കടന്നു പോകുന്ന ഭൂഖണ്ഡം ഏതാണെന്നാണ് ചോദ്യം. ഇത് 3 കടന്നു പോകുന്നത് ആഫ്രിക്കയിലൂടെയാണ് കേട്ടോ. മൂന്നും അറ്റ് എ ടൈം നമുക്ക് അറിയില്ല, അതായത് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് വരുന്നുണ്ടാവും പഠിക്കാൻ. ഈ 3 രേഖകളും കടന്നു പോകുന്നത് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലൂടെയാണ്. ആൻഡ് ദിസ് കോണ്ടിനെൻറ്റ് ഹാസ് ഡൈവേഴ്സ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് റേഞ്ച് ഫ്രം എക്സ്പാൻസീവ് സാവന്ന ഗ്രാസ് ലാൻഡ് ടു ഡെൻസ് റെയിൻ ഫോറസ്റ്റ്. സാവന്ന എന്ന് പറയുന്നത് അവിടുത്തെ പുൽമേടാണ്, വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു പുൽമേടാണ്. അതിൽ നിന്ന് അവിടെ ഡെൻസ് ആയിട്ടുള്ള റെയിൻ ഫോറസ്റ്റുകൾ വരെ ഉണ്ട്. പിന്നെ ഇനി നമുക്ക് അവരുടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ആ മാപ്പ് നോക്കിയിട്ട് നമുക്ക് അവരുടെ നാച്ചുറൽ ബോർഡേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ മാപ്പ് വരുന്നത് ഇതാണ്. ഇത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ബോർഡേഴ്സ് വെച്ചിട്ട് നോർത്ത് എന്താ, സൗത്ത് എന്താ, ഈസ്റ്റ് എന്താ, വെസ്റ്റ് എന്താ എന്നുള്ളത് എഴുതണം. നോർത്ത് മെഡിറ്ററേനിയൻ സീ ആണ്, ആഫ്രിക്കയുടെ നോർത്ത് ഭാഗം മെഡിറ്ററേനിയൻ സീ. സൗത്ത് ദ കോൺഫ്ലുവൻസ് ഓഫ് അറ്റ്ലാന്റിക് ഓഷ്യനും ഇന്ത്യൻ ഓഷ്യനും കൂടിച്ചേരുന്ന ഭാഗമാണ് സൗത്തിൽ വരിക. ഈസ്റ്റിൽ ഇന്ത്യൻ ഓഷ്യനും റെഡ് സീയും ഉണ്ട്. വെസ്റ്റിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ ആണുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ മാപ്പ് അടുത്ത പേജിലായിരിക്കും നിങ്ങൾക്ക് ബുക്കിൽ ഉണ്ടായിരിക്കുക. ഞാൻ ഇവിടെ തന്നെ എഴുതിയെന്നേ ഉള്ളൂ.
നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്ക എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് ആണ്. ഏഷ്യ കഴിഞ്ഞാൽ വലുത് ആഫ്രിക്കയാണ്. ആൻഡ് ദിസ് ഇസ് എ കോണ്ടിനെൻറ്റ് ദാറ്റ് ഇസ് സ്പ്രെഡ് ഓൾമോസ്റ്റ് ഈക്വലി ഇൻ ദ നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയേഴ്സ്. കണ്ടല്ലോ, നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയറിൽ രണ്ടിലുമായിട്ട് സ്പ്രെഡായിട്ട് കിടക്കുന്ന ഒരു കോണ്ടിനെൻ്റ് ആണ്. ഇവിടുത്തെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഡെസേർട്ട്, ഹോട്ട് ഡെസേർട്ട് ഉണ്ട്, സഹാറയാണ് കേട്ടോ. ഉഷ്ണ മരുഭൂമിയാണ്, ഹോട്ട് ഡെസേർട്ടാണ് ഇൻ ദ വേൾഡ്. ആൻഡ് ദ കോങ്കോ റിവർ ബേസിൻ, പിന്നെ എന്താ ഉള്ളത്, കോങ്കോ റിവർ ബേസിൻ കവേർഡ് വിത്ത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് കോണ്ടിനെൻറ്റ്. ഐഡൻറ്റിഫൈ ദ സഹാറ ആൻഡ് ദ കോങ്കോ ബേസിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ അറ്റ്ലസ്. അറ്റ്ലസ് നോക്കി കോങ്കോയും ഈ പറയുന്ന സഹാറയൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. അടുത്തത് റിവർ നൈൽ, വിച്ച് ഇസ് ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ ദ വേൾഡ്, ഫ്ലോസ് ത്രൂ ദിസ് കോണ്ടിനെൻറ്റ്. ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദിയാണ്. നൈൽ ഒഴുകുന്നത് ഈ പറയുന്ന ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലൂടെയാണ്. ഹയസ്റ്റ് മൗണ്ടെയിൻ ഇൻ ദിസ് കോണ്ടിനെൻറ്റ് കിളിമാഞ്ചാരോ. കിളിമാഞ്ചാരോ കോണ്ടിനെൻ്റ് ആണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇവിടുത്തെ ആഫ്രിക്കയിലെ കേട്ടോ. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. വേൾഡിലെ തന്നെ ലോങ്ങസ്റ്റ് റിവർ നൈൽ ഒഴുകുന്നു, ഹയസ്റ്റ് മൗണ്ടെയിൻ കിളിമാഞ്ചാരോ. ഐഡൻറ്റിഫൈ ദ അതർ മൗണ്ടെയിൻസ് ഇൻ ആഫ്രിക്ക ഫ്രം ദ അറ്റ്ലസ് ആൻഡ് റൈറ്റ് ഡൗൺ. ആഫ്രിക്കയിൽ നിന്നുള്ള ബാക്കിയുള്ള മൗണ്ടെയിൻസിൻ്റെ പേരുകൾ: മൗണ്ട് കെന്യ, മൗണ്ട് മേരു, അറ്റ്ലസ് മൗണ്ടെയിൻസ്. ഇതെല്ലാം എവിടെയുണ്ട്? ആഫ്രിക്കയിലുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് സഹാറ ഡെസേർട്ടും ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റും നിങ്ങൾക്ക് വായിക്കാനുണ്ട്. അത് എക്സ്ട്രാ ഫർദർ റീഡിങ്ങിനുള്ളതാണ്, നിങ്ങൾ വായിച്ചാൽ മതി. സഹാറ മരുഭൂമി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോട്ട് ഡെസേർട്ടാണ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളും അവിടെ ഉണ്ട് കേട്ടോ. അതായത് എക്സ്ട്രീം ഹീറ്റും അതുപോലെ തന്നെ മഴയും ഒരു വർഷം മുഴുവൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴക്കാടുകൾ എവിടുത്തെ ഭാഗമാണ്? ആഫ്രിക്കയിലുണ്ട്. അത് വായിച്ചു നോക്കുക. നെക്സ്റ്റ് വരുന്നത് കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ് ഓൺ ദ ജോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്. ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹാറയാണ്. ഹയസ്റ്റ് മൗണ്ടെയിൻ ആഫ്രിക്കയിലാണ് കിളിമാഞ്ചാരോ. റിവർ ബേസിൻ വിത്ത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, കോങ്കോ റിവർ ബേസിൻ ഉണ്ട്. അതുപോലെ തന്നെ വാസ്റ്റ് ഗ്രാസ് ലാൻഡുകൾ, സാവന്ന. നെക്സ്റ്റ് വരുന്നത് ക്ലൈമറ്റ് ആണ്. Africa, which is almost equally spread on either side of the equator, generally experience hot climate. Still, regional differences are also here. Moderate climate is experienced along the coastal areas and in the regions belonging to temperate zone. അപ്പോൾ ആഫ്രിക്ക എന്ന് പറയുന്നത് എന്താണ്? സ്പ്രെഡ് ഇക്വേറ്റർ, ഭൂപതിരേഖയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് സ്പ്രെഡായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഹോട്ടായിട്ടുള്ള ക്ലൈമറ്റ് ആണ്, ചൂട്. എങ്കിലും റീജിയണൽ ഡിഫറൻസസ് ഉണ്ട്. ചിലവിടെ മോഡറേറ്റ് ക്ലൈമറ്റ് ആയിരിക്കും. ഇപ്പോൾ കോസ്റ്റൽ ഏരിയാസ് ഒക്കെ ആണെങ്കിൽ അവിടെ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഫ്ലോറ ആൻഡ് ഫോണ. ഇനി അവിടുത്തെ സസ്യങ്ങളും അവിടുത്തെ ജന്തുക്കളും എങ്ങനെയാണെന്ന് നോക്കാം. സാവന്ന, ഗ്രാസ് ലാൻഡ്സ് ആൻഡ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇൻ ആഫ്രിക്ക റിച്ച് ഇൻ ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോണ. ദ സീസണൽ മൈഗ്രേഷൻ ഓഫ് അനിമൽസ് ഇൻ സെറൻഗെട്ടി ഈസ് എ മേജർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആഫ്രിക്ക. ഈ ഫ്ലോറ ആൻഡ് ഫോണ കണ്ടല്ലോ. ബോബോബ് ട്രീ ഉണ്ട്, ബോബാബ് ട്രീ, ബ്ലാക്ക് റൈനോസസ്, ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്. ഇതൊക്കെ അവിടെ മാത്രമേ കാണുള്ളൂ കേട്ടോ, വേറെ എവിടെയും കാണാത്തതിനെയാണ് ഫ്ലോറ ആൻഡ് ഫോണ എന്ന് വെച്ചിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുക. ഇതാണ് ഈ സെറൻഗെട്ടി എന്ന് പറയുന്ന ജീവി. Seasonal migration in Africa is an example of the phenomenon of long journey undertaken by animals and birds as per climatic variations and availability of food. The migration of millions of zebras and gazelles in Serengeti ഒരു സ്ഥലമാണ് കേട്ടോ. പറഞ്ഞത് അനിമലിനാണ്, ഒരു പ്ലേസ് ആണ്. ബിറ്റ്വീൻ ടാൻസാനിയ ആൻഡ് കെന്യ ഇൻ സെർച്ച് ഓഫ് ന്യൂ പാസ്റ്റേഴ്സ് is a unique phenomenon. These migrations prove that the equilibrium of the habitat throughout Africa is crucial for the sustenance of living beings. അപ്പോൾ ഈ ആഫ്രിക്കയിലെ സീസണൽ മൈഗ്രേഷനെയാണ് ആക്ച്വലി ഈ ഒരു സ്ഥലത്തും അതുപോലെയാണ്. സീസണൽ മൈഗ്രേഷൻ ആഫ്രിക്ക എന്ന് പറയുന്നത് അവിടെ ഒരു പീരീഡിൽ നല്ല ചൂടായിരിക്കും, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആനിമൽസും ബേർഡ്സും ഒക്കെ ക്ലൈമാറ്റിക് വേരിയേഷൻസിനനുസരിച്ച് ഭക്ഷണം തേടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഒരു സ്ഥലം സെറൻഗട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് മില്യൺസ് ഓഫ് സീബ്രാസും ഗേസൽസും എന്ത് ചെയ്യും? ഇതുപോലെ മൈഗ്രേറ്റ് ചെയ്യും. ടാൻസാനിയ ആൻഡ് കെന്യയിലേക്കൊക്കെ അവർ മൈഗ്രേറ്റ് ചെയ്യും. അവിടെ ബിറ്റ്വീൻ ടാൻസാനിയ ആൻഡ് കെന്യ
പുതിയ പുതിയ പാസ്റ്റേഴ്സും അതുപോലെ പുതിയ കാര്യങ്ങളും തേടി അവർ പോവും. കാരണം അവിടെ വരൾച്ചയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. എക്സ്ട്രാ റീഡിങ്ങിനാണ്, ജസ്റ്റ് വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അവിടുത്തെ ഹ്യൂമൻ ലൈഫ് ആണെങ്കിൽ മെജോറിറ്റി ഓഫ് പീപ്പിൾ ഇൻ ആഫ്രിക്ക ലിവ്സ് ഇൻ വില്ലേജസ് ആൻഡ് എൻഗേജ് ഇൻ അഗ്രികൾച്ചർ. ഗ്രാമത്തിലാണ് ഒരുപാട് ആളുകൾ ആഫ്രിക്കയിൽ ജീവിക്കുന്നത്. അഗ്രികൾച്ചർ തന്നെയാണ് അവരുടെ ഉപജീവന മാർഗം. ആഫ്രിക്കയിൽ ലാൻഡ് റിച്ച് ആണ്. കൾച്ചേഴ്സ് ഉണ്ട്, ലാംഗ്വേജസ് ഉണ്ട്, ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. അതുപോലെ ഹിസ്റ്ററി, ചരിത്രം ഉറങ്ങുന്നതാണ്. നമുക്കറിയാം ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഈജിപ്ത് ആഫ്രിക്കയുടെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉടലെടുത്ത കഥയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചൊക്കെ. വിച്ച് വാസ് വൺ ഓഫ് ദ ആൻഷ്യൻ സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലാണ് അത് ഒറിജിനേറ്റ് ചെയ്തത്. ഈജിപ്ഷ്യൻ പിരമിഡ്സ് എക്സിസ്റ്റ് ആസ് എൻ എവിഡൻസ് ഓഫ് ആൻഷ്യൻ ആർക്കിടെക്ചറൽ എക്സ്പെർട്ടൈസ്. ഈജിപ്ഷ്യൻ പിരമിഡ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആഫ്രിക്കയിലാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഫ്രം ദ റോക്കീസ് ടു അപ്പാലച്ചിയൻസ് ആണ്. എന്താണെന്ന് നോക്കാം. ഒബ്സർവ് ദ ഗ്ലോബ് ആൻഡ് ഫൈൻഡ് ദ കോണ്ടിനെന്റ് ദാറ്റ് ഇസ് സറൗണ്ടഡ് ബൈ ദ പസഫിക്, അറ്റ്ലാന്റിക് ആൻഡ് ആർട്ടിക് ഓഷ്യൻസ്. ഇനി അടുത്ത കോണ്ടിനെന്റിനെ കുറിച്ചാണ് പറയുന്നത്. 3 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള കോണ്ടിനെന്റ് ഏതാണ്? നോർത്ത് അമേരിക്കയാണ് കേട്ടോ. പസഫിക്, അറ്റ്ലാന്റിക്, ആർട്ടിക്, ഇത് 3ഉം ഉണ്ട് അവിടെ. നോർത്ത് അമേരിക്ക ഈസ് ദ കോണ്ടിനെന്റ് ദാറ്റ് ഹാസ് സം ഓഫ് ദ ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് ബിഗ് സിറ്റീസ് ഇൻ ദ വേൾഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോണ്ടിനെൻ്റ് ആണ്. എല്ലാ വികസിത രാജ്യങ്ങളും വലിയ വലിയ സിറ്റീസും നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലാണ്. ദി ജിയോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർത്ത് അമേരിക്ക ഹാസ് എ ഗ്രേറ്റ് റോൾ ടു പ്ലേ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് കൺട്രീസ്. അവരുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് തന്നെയാണ് അവരെ ഇത്രയധികം ഡെവലപ്മെൻറ്റിലേക്ക് എത്തിച്ചത് കേട്ടോ. നോക്കാം. അപ്പോൾ നോർത്ത് അമേരിക്കയുടെ നാച്ചുറൽ ബോർഡേഴ്സ് നിങ്ങളോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ബോർഡേഴ്സ് ഒക്കെ നോക്കണം. നമുക്ക് നോക്കാം. അപ്പാലച്ചിയൻ ആൻഡ് റോക്കി മൗണ്ടെയ്ൻസ്, 2 മൗണ്ടെയ്ൻസ് ഉണ്ട്. അപ്പാലച്ചിയൻ ആൻഡ് റോക്കി ആർ 2 മേജർ മൗണ്ടെയ്ൻ റേഞ്ചസ് സിറ്റുവേറ്റഡ് ഇൻ നോർത്ത് അമേരിക്ക. ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദീസ് മൗണ്ടെയ്ൻ റേഞ്ചസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ അറ്റ്ലസ്. അറ്റ്ലസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങളോട് അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദ ഫെർട്ടൈൽ പ്ലെയിൻസ് ഇൻ ദിസ് കോണ്ടിനെന്റ് ആർ നോൺ ആസ് ഗ്രേറ്റ് പ്ലെയിൻസ്. വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഇവിടുത്തെ പ്ലെയിൻസിനെ ഗ്രേറ്റ് പ്ലെയിൻസ് എന്ന് പറയും. ദ പ്രയറീസ് ആർ ദ വാസ്റ്റ്. അപ്പോൾ നമ്മൾ ആഫ്രിക്കയിലെ ഒരു പുൽമേടിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാവന്ന. നോർത്ത് അമേരിക്കയിലെ പുൽമേടാണ് പ്രയറീസ്. ഓക്കെ, വാസ്റ്റ് ഗ്രാസ് ലാൻഡ് ആണ്. അതുപോലെ തന്നെ സെവറൽ റിവേഴ്സ് ഇൻക്ലൂഡിങ് മിസൗറി ആൻഡ് മിസിസിപ്പി ഒക്കെ ഉണ്ട് ഇവിടെ. മിസോറി, മിസിസിപ്പിയാണ് റിവേഴ്സ്. പിന്നെ 5 ഫ്രഷ് വാട്ടർ ലേക്കുകളുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 5 ഫ്രഷ് വാട്ടർ ലേക്സ് ആണ്. അതിനെയാണ് 5 ഗ്രേറ്റ് ലേക്സ് എന്നറിയപ്പെടുക. ആർ ഓൾസോ ദർ ഇൻ ദിസ് കോണ്ടിനെന്റ്. അതും ഈ കോണ്ടിനെന്റിന്റെ ഭാഗമാണ്. ദ ഗ്രാൻഡ് കാന്യോൺ വിച്ച് ഇസ് എ ഹ്യൂജ് വാലി സിറ്റുവേറ്റഡ് ഇൻ അരിസോണ ഇൻ നോർത്ത് അമേരിക്ക ഈസ് എ വണ്ടർ ഓഫ് ദ നേച്ചർ. ഗ്രാൻഡ് കാന്യോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹ്യൂജ് വാലി ഉണ്ട്, ഒരു താഴ്വര ഉണ്ട് അവിടെ. അത് അരിസോണയിലാണ് സിറ്റുവേറ്റ് ചെയ്യണത്. അത് ഒരു വണ്ടർ തന്നെയാണ്, അത്ഭുതത്തിൽ ഒന്ന് തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് ഗ്രാൻഡ് കാന്യോൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഹ്യൂജ് വാലിയാണ്. 446 കിലോമീറ്റർ ആണ് അതിൻ്റെ ലോങ് അപ്പ് വരുന്നത്. 29 കിലോമീറ്റർ വിഡ്ത്ത് ഉണ്ട്. ആൻഡ് മോർ ദാൻ 1500 മീറ്റർ ഡീപ്പ്, 1500 മീറ്റർ ആഴമുണ്ട്. ആൻഡ് ഇതൊരു ഹ്യൂജ് വാലിയാണ്. ആൻഡ് എസ് എ റിസൾട്ട്, ഇത് ഫോം ചെയ്തത് ആസ് എ റിസൾട്ട് ഓഫ് ദ ആക്ഷൻ ഓഫ് റിവർ കൊളറാഡോ ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. ആൻഡ് ദിസ് ഇസ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. യുനെസ്കോൻ്റെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്, ഒരു സൈറ്റും കൂടിയാണ് ഈ ഗ്രാൻഡ് കാന്യോൺ. ഓക്കെ, ഇനി ഇവിടുത്തെ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ എക്സ്ട്രീം കോൾഡ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ക്ലോസ് ടു ദ പോളാർ റീജിയൻ. പോൾസ് ധ്രുവപ്രദേശത്തോട് അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ കോൾഡ് ആണ്. ചിലപ്പോൾ ടെമ്പറേച്ചർ റിലേറ്റീവ്ലി ഇൻക്രീസ് ആവും വൈൽ മൂവിങ് ഫ്രം ദ നോർത്ത് ടു ദി സൗത്ത്. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. ദെൻ ഫ്ലോറ ആൻഡ് ഫോണ. നോർത്ത് അമേരിക്ക ഈസ് എ ഹാബിറ്റേറ്റ് ഓഫ് ഗ്രേറ്റ് വെറൈറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ. അപ്പോൾ ഇവിടെ കാണുന്ന സസ്യജാലം, ഇവിടെ മാത്രം കാണുന്നതിനെയാണ് കേട്ടോ നമ്മൾ ഈ ഫ്ലോറ ആൻഡ് ഫോണ എന്ന് കൊണ്ട് പറയാം. വേറെ എവിടെയും കാണില്ല അത്. അപ്പോൾ ഈ പറയുന്ന ഫ്ലോറ ആൻഡ് ഫോണ എങ്ങനെയാണെന്ന് നോക്കാം. സെക്കോയ ഫോറസ്റ്റ് ഇൻ ദ വെസ്റ്റ് ആൻഡ് ദ ഗ്രാസ് ലാൻഡ്സ് ഇൻ ദ ഗ്രേറ്റ് പ്ലെയിൻസ് ആർ എക്സാമ്പിൾസ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് വെറൈറ്റീസ് തന്നിട്ടുണ്ട്. കാലിഫോർണിയ പോപ്പി, സഗാറോ കാക്ടസ്, മൂസ്, ഇതെല്ലാം അവിടെ കാണുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ. ഇനി അവിടുത്തെ ഹ്യൂമൻ ലൈഫ് ആണെങ്കിൽ നമുക്കറിയാം അമേരിക്ക നമ്മൾ പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നോർത്ത് അമേരിക്കയുടെ ഭാഗമാണ്. കാനഡ കൺട്രി നോർത്ത് അമേരിക്കയിലാണ്. ഇതെല്ലാം ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഉള്ള രാജ്യങ്ങളാണ്. ലാർജ് മെട്രോപൊളിറ്റൻ സിറ്റീസ് ഓഫ് ദ വേൾഡ് സജസ് ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, മെക്സിക്കോ, ഇതെല്ലാം നോർത്ത് അമേരിക്കയിലാണ്. ഫേവറബിൾ ക്ലൈമറ്റ് ആൻഡ് ഫെർട്ടൈൽ സോയിൽ എൻറിച്ച് ദ അഗ്രികൾച്ചർ സെക്ടർ ഹിയർ. അപ്പോൾ ഇവിടുത്തെ ഫെർട്ടിലിറ്റിയും അതുപോലെ തന്നെ
ക്ലൈമറ്റും ഒക്കെ അഗ്രികൾച്ചർ സെക്ടറിനൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഇന്യൂട്ട്സ്, എസ്കിമോസ് ഉണ്ടല്ലോ, മഞ്ഞിൽ ജീവിക്കുന്ന ആളുകൾ, ആ എസ്കിമോസ് ഒക്കെ അവിടെയാണ് കൂടുതൽ. ഇന്യൂട്ട്സ്, എസ്കിമോസ് ഹു ലീവ് ഇൻ ദ സ്നോവി ഏരിയ ഇസ് അനദർ ഫീച്ചർ ഓഫ് ദിസ് കോണ്ടിനെൻറ്റ്. അപ്പോൾ എസ്കിമോസ് എന്നൊക്കെ തന്നിട്ട് ചിലപ്പോൾ മാസീവ് ഫോളോയിങ്ങിലൊക്കെ തന്നിട്ട് കാണിക്കാം. എസ്കിമോസ് അപ്പോൾ നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻ്റ് ആണ് കേട്ടോ. ഇനി നിങ്ങളുടെ അടുത്ത് ചെയ്യാനുള്ളതാണ്, ഇമാജിൻ യുവർ സെൽഫ് ആസ് എ ടൂറിസ്റ്റ് ഗൈഡ് ഹു പ്രൊവൈഡ്സ് നെസസറി ഇൻഫർമേഷൻ ടു ദി ടൂറിസ്റ്റ് ഹു വിസിറ്റ് നോർത്ത് അമേരിക്ക ആൻഡ് പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് കോണ്ടിനെൻറ്റ്. അപ്പോൾ നിങ്ങളൊരു ടൂറിസ്റ്റ് ഗൈഡാണെന്ന് വിചാരിക്കുക. നോർത്ത് അമേരിക്ക വിസിറ്റ് ചെയ്യുന്ന ഒരാളേനെ, ടൂറിസ്റ്റിന് നിങ്ങൾ അവിടുത്തെ നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. ആ കോണ്ടിനെൻറ്റിനെ കുറിച്ച് വിശദീകരിച്ച് അവരെ ഗൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഉൾപ്പെടുത്തും നമുക്ക് നോക്കാം. അത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആൻസർ. Hello guys, I am your tourist guide and today I will take you to an exciting journey through the beautiful continent of North America. North America is one of the largest continents in the world. It is surrounded by Atlantic Ocean, Pacific Ocean and Arctic Ocean. Appalachian and Rocky Mountains are two major mountain ranges situated in North America. Several rivers including the Missouri and the Mississippi are there in North America. 5 freshwater lakes which are known as the 5 Great Lakes are also there. The Grand Canyon, which is a huge valley situated in Arizona in North America, is a wonder of the nature. The northern region of the continent experiences extreme cold. The temperature relatively increases while moving from the north to the south. North America is a habitat of great variety of flora and fauna. California poppy, saguaro cactus and moose are some varieties of flora and fauna in North America. The United States of America and Canada are renowned for their high standards of living and technological advancement. Large metropolitan cities of the world such as New York, Los Angeles and Mexico are situated in North America. Inuits, Eskimos who live in the snowy areas is another feature of this continent. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി എല്ലാം തന്നെയാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഞാൻ ഇതിൻ്റെ മലയാളം പറയുന്നില്ല. ഇപ്പോൾ പറഞ്ഞതെല്ലാം തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളൊരു കോണ്ടിനെൻറ്റിനെ കുറിച്ച് ഇങ്ങനെയായിരിക്കണം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ പാർട്ട് 1 ക്ലാസ്സാണ്. ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ക്ലാസ്സിലാണ് ബാക്കിയുള്ള കോണ്ടൻറ്റ്സും ഇതിൻ്റെ ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. മോഡൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.